Uric acid levels and gout simplified. First of all, purines എന്ന് പറഞ്ഞ കമ്പോണന്റ് നമുക്ക് പരിചയപ്പെടാം. These ring-like structures are called purine. നമ്മുടെ ബോഡിയിലെ ഏറ്റവും കോമൺ ഫോംസ് ഓഫ് പ്യൂറിൻ ആർ അഡിനിൻ ആൻഡ് ഗുവാനിൻ. ഇത് DNA പോലെയുള്ള ന്യൂക്ലിക് ആസിഡിന്റെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ്. നൈട്രജൻ ബേസസ് എന്നൊക്കെ നമ്മൾ പറയും. ഇത് നമുക്ക് നമ്മുടെ ഡയറ്റിലൂടെ കിട്ടും, അല്ലെങ്കിൽ ബോഡിക്ക് വേറെ മോളിക്യൂൾസ് നിന്ന് സിന്തസൈസ് ചെയ്തെടുക്കാൻ പറ്റും. അഡിനിൻ ഗുവാനിൻ ഡീഅമിനേഷന് ശേഷം ഓക്സിഡേഷൻ നടന്നാൽ യൂറിക് ആസിഡ് ആയിട്ട് മാറും. യൂറിക് ആസിഡ് ഒരു നിശ്ചിത പിഎച്ചിൽ പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്തിട്ട് യൂറേറ്റ് എന്ന അയോണൈസ്ഡ് ഫോമിലേക്ക് മാറും. യൂറേറ്റ് അയോൺ ബൈൻഡ്സ് വിത്ത് സോഡിയം അയോൺ ടു ഫോം മോണോസോഡിയം യൂറേറ്റ്. മോണോസോഡിയം യൂറേറ്റ് ആർ സ്മോൾ ഷാർപ്പ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ്. ഈ ക്രിസ്റ്റൽസ് നമ്മുടെ ജോയിന്റ്സിൽ അക്യുമുലേറ്റ് ആവും. ജോയിന്റ്സിലുള്ള സോഫ്റ്റ് ടിഷ്യൂസിൽ സ്ട്രക്ചറൽ ആയിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കും. ഇത് കാരണം ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ഇതിനാണ് നമ്മൾ ഗൗട്ട് എന്ന് പറയാറുള്ളത്. ഇതാണ് നമ്മൾ യൂഷ്വലി നമ്മുടെ ആംഗിൾസിലും ടോസിലും ഒക്കെ കണ്ടുവരുന്ന ആ ഒരു വീർമത. സോ യൂറിക് ആസിഡ് ലെവൽസ് എലിവേറ്റഡ് ആയിരിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള പ്യൂറിൻസിന്റെ അളവ് കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ യൂറിക് ആസിഡിന്റെ എക്സ്ക്രീഷൻ ത്രൂ റീനൽ സിസ്റ്റം ഷുഡ് ബി കോംപ്രമൈസ്ഡ്. ഇതൊന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷന്റെ അണ്ടർലൈങ് ആയിട്ടുള്ള മെഡിക്കൽ കണ്ടീഷന്റെ സൂചനയായിരിക്കും, ലൈക്ക് acute kidney damage or something. But most cases are lifestyle induced. അവരുടെ ജീവിതശൈലി കാരണമാണ് അവരുടെ യൂറിക് ആസിഡ് ലെവൽസ് എലിവേറ്റഡ് ആയിട്ടുള്ളത്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബോഡി കോമ്പോസിഷൻ. നിങ്ങൾ എത്രത്തോളം ബോഡി ഫാറ്റ് ക്യാരി ചെയ്യുന്നുണ്ട്, ഇറ്റ് ഈസ് ഹെവിലി ടൈഡ് ടു യുവർ യൂറിക് ആസിഡ് ലെവൽസ്. ഹയർ ബോഡി ഫാറ്റ് പെർസെന്റേജിൽ നിൽക്കുന്ന ഒരാൾക്ക് യൂറിക് ആസിഡ് ലെവൽസ് എലിവേറ്റഡ് ആയിരിക്കുന്നത് ഭയങ്കര കോമൺ ആണ്. സെക്കൻഡ് വൺ, യുവർ ഡയറ്റ്. നിങ്ങൾ പ്യൂറിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൂടുതൽ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ യൂറിക് ആസിഡ് ലെവൽസ് എലിവേറ്റഡ് ആയിരിക്കും. നമ്പർ 3, ആൽക്കഹോൾ കൺസംഷൻ. സർട്ടൻ ടൈപ്സ് ഓഫ് ആൽക്കഹോൾ ആർ വെരി ഹൈ ഇൻ പ്യൂറിൻ. ഒബ്വിയസ്ലി നിങ്ങൾ ആ ആൽക്കഹോൾ കൂടുതൽ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ യൂറിക് ആസിഡ് ലെവൽസ് എലിവേറ്റഡ് ആയിരിക്കും. വാട്ട് ക്യാൻ ബി ഡൺ? ഫസ്റ്റ് വൺ, ഇംപ്രൂവ് യുവർ ബോഡി കോമ്പോസിഷൻ, ലൂസ് സം ബോഡി ഫാറ്റ്, ബിൽഡ് മോർ മസിൽ. സെക്കൻഡ് വൺ, ഫോർ എ വൈൽ ഗൗട്ട് ഫ്ലെയർ അപ്സ് ഒഴിവാക്കാനായിട്ട് ഹൈ പ്യൂറിൻ ഫുഡ് ഐറ്റംസ് ഒഴിവാക്കാൻ നോക്കാം, ലൈക്ക് red meat, organ meat, certain types of plant products. Third one, quit drinking.